സാറിന് വന്നിട്ടുള്ള 2 മെയിൽസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ 2 പേരും പുരുഷന്മാരാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഒരാൾ പറയുന്നത് ഒരു കുഞ്ഞിനൊരു ഡിഫോമിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ ആ പേര് പറഞ്ഞ് വൈഫ് ഒരുപാട് നാഗ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തുന്നു എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. സംവാട്ട് സിമിലർ ഇഷ്യൂ ആണ് മറ്റതും. അതില് വൈഫിന് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, എപ്പോഴും പിണങ്ങിയിരിക്കുന്നു, പിന്നെ ആരെയും വിശ്വാസമില്ല, അധികം മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല, അവർക്കും ഫ്രണ്ട്സ് അധികം ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം കുറച്ച് ഗ്യാപ്പ് കീപ്പ് ചെയ്യാണെന്നാണ് ഇതിന്റെ സാരാംശം. സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈ 2 കുടുംബങ്ങളിലും ഏതാണ്ട് കോമൺ ആയിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് അവരുടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടത്, സ്ത്രീകളെ വളരെ ചെറുപ്പത്തിലെ തന്നെ അഡ്വൈസ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അഡ്വൈസ് പ്രോഗ്രാം ചെയ്ത് അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു കിണറ്റിലെ തവള എന്ന്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പണ്ട് സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഒരു മെറ്റഫർ പറയുകയുണ്ടായി. അതായത് കടലിൽ നിന്നൊരു തവള ഇങ്ങനെ കര കാണാനായിട്ട് ഇങ്ങനെ വന്ന് മലയിൽ കൂടെ ഇങ്ങനെ നടന്ന് നാട്ടിൻപുറത്ത് വന്ന് കിണറ്റിലേക്ക് കാല് തന്നെ വീണു. കിണറ്റിൽ വീണപ്പോൾ അവിടെ ഒരു നല്ല തവള ഇരിക്കുന്നു. ആ തവള അവിടെ ഉള്ള ചെറിയ മീനുകളൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു തവള വന്നു കഴിഞ്ഞപ്പോൾ നീ ആരടാ, നീ എവിടത്തെയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ പറഞ്ഞ നാട് കാണാൻ വന്നാണ് ഇങ്ങനെ വീണു പോയതാ. നീ എവിടുന്നാ വരുന്നത്, നിന്റെ നാട് വിടാ, ഊരെവിടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇതുപോലെ കടലിൽ നിന്നാണ് വരുന്നത്, സാഗരത്തിൽ നിന്നാണ്. അപ്പൊ ഈ അവിടെ ഇരുന്ന് കിണറ്റിലുണ്ടായ തവള ചോദിച്ചു, സാഗരം എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇത് ഇത്രയും വരുമോ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ കിണറിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എടുത്ത് ചാടിയത്ര. അപ്പോഴത്തേക്ക് ഈ വന്ന തവളയ്ക്ക് ആൻസർ പറയാനില്ല, കാരണം സാഗരം എന്താ കിണറെന്താന്ന് ഇത് രണ്ടും കണ്ടിട്ടുള്ളവനാണ്. അപ്പോ ഇവര് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ട് മറ്റവനൊന്നും മനസ്സിലായില്ല. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് അവിടെ 2 പേരും കഴിഞ്ഞു പോന്നപ്പോ ഒരിക്കലും മഴ പെയ്തതിൽ വെള്ളം മുഴുവനും ഈ കിണർ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ 2 പേരും പുറത്തു പോയി. അവരങ്ങനെ നദിയിലൂടെ പോയി അവസാനം സാഗരത്തിൽ എത്തിച്ചേർന്നതാണ്. അപ്പൊ സാഗരത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിണറ്റിലെ തവള പറഞ്ഞു, ഇതെന്തൊരു ലോകമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവനാണ് ആദ്യമായിട്ട് ലോകം കാണുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും അവർ വിക്ടിംസ് ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടർ ഉണ്ടായി വരുന്നത്, നമ്മുടെ മനസ്സുണ്ടായി വരുന്നത് ഈ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ചുറ്റുവട്ടത്തുനിന്ന് സ്പോഞ്ച് അബ്സോർവ് ചെയ്യുന്ന പോലെ അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് ഏതാണ്ട് 80% ഏറെ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണോ അത് മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കേസിൽ ഈ 2 അമ്മമാരും അവരുടെ മനസ്സ് വളരെ ചെറുതാണ്. അപ്പൊ അവർ ചിന്തിക്കുന്നത് ഭർത്താവിന്റെ എന്തോ കുറ്റം കൊണ്ടാണ് ഈ കൊച്ചിന് ഈ കുറവ് വന്നിരിക്കുന്നത്, ന്യൂനത വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവര് നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സ് വികസിപ്പിക്കുക. കുന്നിക്കുരുവിനോളം മനസ്സുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കടൽ കാണാൻ പറ്റില്ല. എപ്പോഴും വളരെ വലിയ മനസ്സാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അവിടെ ഇപ്പൊ 2ാമത്തെ കേസിനകത്ത് ഈ പറഞ്ഞ പോലെ വൈഫ് വളരെ ചെറുതായിട്ട് കാണുന്നു. അവരുടെ മനസ്സ് അത്രയേ ഉള്ളൂ. അത്രയും വലിപ്പമുള്ള മനസ്സും കൊണ്ട് അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ കുഞ്ഞുങ്ങളെ വലിയ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മമാരെ മോട്ടിവേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ ലൈഫിന്റെ ചിത്രം, ഒരു അപാരമായ ലൈഫിന്റെ ചിത്രം കൊടുത്ത് അതിങ്ങനെ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ഈ അമ്മ എന്താണേലും അമ്മയ്ക്ക് കൊച്ചിനോട് താല്പര്യം കാണും. അപ്പൊ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഈ മൈൻഡ് പവറിന്റെ അപാര സാധ്യതകൾ നമ്മളിപ്പോൾ എൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, വീഡിയോയിലൂടെ കിട്ടുന്നുണ്ട്, ക്ലാസ്സിൽ വന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതെല്ലാം അവരുടെ മനസ്സിലേക്ക് കുറേശ്ശെ നിങ്ങൾക്ക് കയറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കാം. അതിനുശേഷം ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുവരാൻ പറ്റും. അവരെ സാവകാശമായി അവരുടെ ഈ കെട്ടിക്കിടക്കുന്ന ജലത്തില് ദുർഗന്ധം ഒത്തിരി വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ എപ്പോഴും വലുതാക്കി കൊണ്ടുവരാനായിട്ട് നോക്കുക. സാറിന് വന്നിട്ടുള്ള മറ്റൊരു മെയിലില് ചോദിച്ചിരിക്കുന്നത്, ഐ ഹാവ് സിവിയർ ആൻസൈറ്റി ഓൺ കീപ്പിംഗ് ടൈം. സാർ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ടൈം കീപ്പ് ചെയ്യാൻ പറ്റാത്തത് പലപ്പോഴും പാസീവ് അഗ്രസീവ് ബിഹേവിയർ ചെറുപ്പത്തിലെ ഫോം ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഓൾദോ ഐ പേ ടാക്സസ് റെഗുലർലി, ഐ ഹാവ് അൺവാണ്ടഡ് ഫിയർ അബൌട്ട് ഇൻകം ടാക്സ്. സോ ഹൗ ക്യാൻ ഐ ഓവർകം ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഒന്ന്, സമയം. പല ആൾക്കാർക്കും സമയം കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ സമയത്തെ കുറിച്ച് എന്നുള്ളത് വെച്ചാൽ ടൈം ഈസ് ബേസിക്കലി ആൻ ഇമോഷൻ. നമ്മൾ സമയത്ത് അവിടെ വരണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ ആ സമയത്ത് എത്തുന്നത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 9 o'clock ഒരു പ്രോഗ്രാം ഉണ്ട്, 9 o'clock തന്നെ വരുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്വലൈസേഷനിലൂടെ നമ്മൾ സമയത്ത് എത്തിച്ചേരും. അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് സമയത്ത് എത്തിച്ചേരുന്നതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ പൂർണ്ണമായിട്ടും വെച്ച് കഴിഞ്ഞാൽ നിശ്ചയമായി നിങ്ങൾക്ക്, കാരണം നിങ്ങളുടെ ന്യൂറോൺസ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പണ്ടൊക്കെ വീഡിയോ കാസറ്റ്സ് നമ്മൾ ടി വിയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ കാസറ്റ് റെക്കോർഡിൽ ഇട്ടിട്ട് നമ്മൾ ചില പ്രോഗ്രാം, സിനിമയോ ന്യൂസൊക്കെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കാണും. എന്നതുപോലെയാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഈ പ്രോഗ്രാംസ് ഒക്കെ ഈ കാസറ്റിൽ പോലെ തന്നെ റൈറ്റ് ചെയ്യപ്പെടുന്ന പോലെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ന്യൂറോൺസിൽ നിന്ന് നമുക്കത് ഓവർറൈറ്റ് ചെയ്യാം. ഓവർറൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി നമുക്ക് വിഷ്വലൈസേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ, ഞാൻ സമയത്തെത്തുന്നു, അത് തന്നെ തുടർച്ചയായിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് സമയത്തെത്താനായിട്ട് കാലക്രമേണ പറ്റും. രണ്ടാമത്തെ ചോദ്യം, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്, പക്ഷേ ഇൻകം ടാക്സുകാരെ പേടിക്കുന്നു. ഇൻകം ടാക്സുകാരെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തതിൻ്റെ കണക്കുകളും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറും അകാരണമായ ഒരു ഭയം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം, എനിക്കെന്തായാലും നല്ലതേ സംഭവിക്കൂ, പോസിറ്റീവ് കാര്യങ്ങളെ സംഭവിക്കൂ. അപ്പോൾ നല്ല പരിണിത ഫലം, നല്ല ഔട്ട്കം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കൂടുതൽ പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ആങ്സൈറ്റിക്കുള്ള ഏറ്റവും പ്രധാന മരുന്ന് പോസിറ്റീവ് ഔട്ട്കം, പോസിറ്റീവ് എൻഡ് റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള എൻഡ് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതോടുകൂടി നമുക്ക് ആങ്സൈറ്റി മാറി കിട്ടുകയും ചെയ്യും.